ദേശീയപാതയിൽ കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെയുള്ള വിവിധ ഇടങ്ങളിൽ മണ്ണിടിഞ്ഞിരിക്കുന്നു. വിനോദസഞ്ചാരികളും ദീർഘദൂര യാത്രക്കാരും ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുകയാണ്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഈ മുണ്ടക്കയം കുട്ടിക്കാനം മേഖലയിൽ വ്യാപകമായ മണ്ണിടിച്ചിലുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടത്തേക്ക് KK റോഡിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു അല്ലേ? മാധു, 11 മണിക്കൂറിന് ശേഷം KK റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിരിക്കുന്നു. ഏറ്റവും വലിയ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശം നമ്മൾ ഈ നിൽക്കുന്ന കടുവാപ്പാറയിലായിരുന്നു. പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായത്. കൂറ്റൻ പാറകളും മണ്ണുമാണ് ഈ റോഡിലേക്ക് പതിച്ചത്. ഈ KK റോഡിൽ തന്നെ ഏതാണ്ട് 10-15 ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ, ചെറുതും വലുതുമായിട്ടുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശം നമ്മൾ ഈ നിൽക്കുന്ന കടുവാപ്പാറയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കൂറ്റൻ പാറകളാണ് മുകൾ ഭാഗത്ത് നിന്നും ഉരുൾപൊട്ടി താഴേക്ക് വന്നത്. നമുക്ക് താഴേക്ക് ദൃശ്യങ്ങളിൽ നോക്കുമ്പോൾ നമ്മൾ കണ്ണെത്താ ദൂരത്തോളം ഈ ഉരുൾപൊട്ടി താഴേക്ക് പോയിട്ടുണ്ട് എന്നതാണ് ഇവിടെ നിന്നും നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്റെ വലത് ഭാഗത്ത് നോക്കുമ്പോൾ ഈ മുകൾ ഭാഗത്തു നിന്നാണ് ഉരുൾപൊട്ടി വന്നിരിക്കുന്നത്. ഈ കാണുന്ന വലിയ മുകൾ ഭാഗത്തു നിന്നും ഉരുൾപൊട്ടി ഈ റോഡിലേക്ക് വരികയായിരുന്നു. ഇതുപോലെയുള്ള വലിയ വലിയ കൂറ്റൻ പാറകൾ ഈ റോഡിലുണ്ട്, റോഡിന് താഴെയുമുണ്ട്. ആ വനമേഖലയിൽ നിന്നും ഉരുൾപൊട്ടി താഴേക്ക് വരികയായിരുന്നു. ഇതിപ്പോൾ പ്രധാനപ്പെട്ട KK റോഡാണ്. അപ്പോൾ ഈ റോഡും ക്രോസ് ചെയ്തുകൊണ്ടാണ് താഴേക്ക് ഈ ഉരുൾ പതിച്ചിരിക്കുന്നത്. ഒരു കാര്യം പറയേണ്ടത് തന്നെയാണ്. കാരണം ആ അപകടം നടക്കുന്ന സമയത്ത്, ഈ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് വാഹനങ്ങളൊന്നും വരാത്തത് വലിയ അപകടം ഒഴിവാക്കി. അല്ലെങ്കിൽ വിനോദസഞ്ചാരികളടക്കം രാത്രി യാത്ര ചെയ്യുന്ന ആളുകളാണ് കോട്ടയത്തും തിരുവനന്തപുരത്തും പോയ ശേഷം മലയോര മേഖലയിലേക്ക് ആളുകൾ തിരികെ എത്തുന്നത് ഈ KK റോഡ് വഴിയാണ്. അപ്പോൾ ആ സമയത്ത് ആരും ഇതുവഴി വരാത്തത് വലിയ അപകടം ഒഴിവാക്കി. ഇപ്പോൾ ഈ കടന്നു പോകുന്ന വാഹനങ്ങളൊക്കെ പുലർച്ചെ 1 മണിക്കും 2 മണിക്കും 3 മണിക്കും കോട്ടയം ഭാഗത്തു നിന്നും കട്ടപ്പന ഭാഗത്തേക്ക് വരാൻ വേണ്ടി മുണ്ടക്കയത്ത് നിന്നും കയറി വന്ന വാഹനങ്ങളാണ്. 11 മണിക്കൂറിന് ശേഷം ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ 11 മണിക്കൂർ നീണ്ട പ്രവർത്തനത്തിനൊടുവിലാണ് ഈ ഗതാഗതം ഭാഗികമായെങ്കിലും ഇപ്പോൾ തുറക്കാനായിരിക്കുന്നത്. ലോഡുമായി വരുന്ന വാഹനങ്ങളുണ്ട്, സ്വകാര്യ ബസ്സുകളുണ്ട്, KSRTC ഉണ്ട്, കൂടാതെ വിനോദസഞ്ചാരികളുണ്ട്, ഇതര സംസ്ഥാനത്തു നിന്ന് എത്തിയ ആളുകളുണ്ട്. അങ്ങനെ ഈ വഴി എത്തിയ ആളുകളെല്ലാം തന്നെ കഴിഞ്ഞ 11 മണിക്കൂറായി കുടുങ്ങിക്കിടക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ കുട്ടിക്കാനത്തു നിന്നുള്ള ആളുകളുടെ പ്രതികരണം ഉൾപ്പെടെ കാണുകയും ചെയ്തതാണ്. എന്തായാലും ഇവിടെ കുടുങ്ങിയ ആളുകൾക്ക് ഭക്ഷണമോ വെള്ളം പോലും കിട്ടാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം കുട്ടിക്കാനം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കടകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള കടകളൊന്നുമില്ല. വനമേഖലയിൽ കുടുങ്ങിയ ആളുകൾ ഇങ്ങനെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. എന്തായാലും രാത്രി 8 മണി മുതൽ രാവിലെ 6 മണി വരെ KK റോഡിലൂടെയുള്ള രാത്രികാല യാത്ര നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയുള്ള പ്രദേശവാസികളുടെ ഒരു പ്രതികരണം കൂടി ചോദിക്കാം. ചേട്ടാ, എന്താ സംഭവിച്ചത്? രാവിലെ നിങ്ങൾ എപ്പോഴാണ് ഇവിടെ എത്തുന്നത്? ഞാൻ രാവിലെ ഒരു 2:30 ആയപ്പം വന്നപ്പോൾ അവിടെ അമലഗിരി എന്ന് പറയുന്ന ഭാഗത്ത് ഫയർഫോഴ്സ് വന്ന് മരം റോഡിലേക്ക് വീണ ബ്ലോക്കായിരുന്നു, അത് മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വന്ന് നോക്കുമ്പോൾ പിന്നെ തൊട്ട് താഴേന്ന് ഉരുൾ പോയിരിക്കുകയാണ്. അമലഗിരിയിലെ തൊട്ട് താഴേന്നാണ് ഉരുൾ പോയിരിക്കുന്നത്. അത് വലിയൊരു ഉരുൾ തന്നെയായിരുന്നു. വണ്ടികളെല്ലാം ആ സമയത്തെല്ലാം ബ്ലോക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെയും ആ സമയത്തെന്ന് പറഞ്ഞ പോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള 10-11 ഉരുളുകൾ പൊട്ടിയിട്ടുണ്ട്. പെരുവന്താനം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഉരുൾ പൊട്ടിയിട്ടുണ്ട്. പൊറക്കയം, കുയിനാട്, അതുപോലെ ഈ ഉരുളൊക്കെ പോയിരുന്ന ആനിയാരി എന്ന് പറഞ്ഞ റോഡ്, പ്രാദേശിക റോഡുകൾ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആളപായമില്ലാത്തതാണ് ഏറ്റവും ആശ്വാസം. ആളപായമില്ല എങ്കിലും കർഷകർക്കും സാധാരണക്കാർക്കൊക്കെ വളരെ നാശം. കൃഷിഭൂമിയാണല്ലേ? അതുപോലെ തന്നെ നമുക്ക് കറണ്ട് എന്ന് പറയുന്നത് അത് മുഴുവൻ പോയിരിക്കുകയാണ്. കൃഷിഭൂമിയാണല്ലേ? താഴെ കൃഷിഭൂമികളാണ്. കർഷകർക്കൊക്കെ ഒരുപാട് നാശം സംഭവിച്ചു. വൈദ്യുതി ബന്ധവും പൂർണ്ണമായി തന്നെ തടസ്സപ്പെട്ടിട്ടുണ്ട്. കാരണം ഇലക്ട്രിക് ലൈനുകൾ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട പോസ്റ്റൊക്കെ ഒടിഞ്ഞു നുറുങ്ങി കിടക്കുന്നത് കാണാൻ സാധിക്കും. അതിന് മുകളിലൂടെയാണ് ഉരുൾപൊട്ടി താഴേക്ക് പോയിരിക്കുന്നത്. വ്യാപകമായിട്ടുള്ള കൃഷിനാശവും പ്രദേശത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വനമേഖലകളിൽ എത്രത്തോളമാണ് മഴ പെയ്തിരിക്കുന്നതെന്ന് ആ കാണുന്ന വെള്ളച്ചാട്ടങ്ങൾ കാണുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇന്നലെയും മിനിങ്ങാന്നുമായി പെയ്ത മഴയിൽ നിന്ന് ഉടലെടുത്ത വെള്ളച്ചാട്ടങ്ങളാണ് ആ കാണുന്നതെല്ലാം തന്നെ. അപ്പോൾ ഇപ്പോഴും പ്രദേശത്ത് ഇടപെട്ട് മഴ തുടരുകയും ചെയ്യുന്നുണ്ട്. ആ ഉരുൾപൊട്ടി വന്ന വെള്ളം ഇപ്പോഴും റോഡിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയുമാണ്. എന്തായാലും രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരമാവധി മലയോര മേഖലയിലേക്കുള്ള ആളുകളുടെ യാത്ര ഒഴിവാക്കണമെന്ന കാര്യം ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് മാത്രം മലയോര മേഖലയിലേക്ക് വരിക, ആളുകൾ ആവശ്യത്തിന് മാത്രം പുറത്ത് കോട്ടയം ഉൾപ്പെടെയുള്ള താഴത്തെ മേഖലകളിലേക്ക് പോകുക, അങ്ങനെയുള്ളൊരു നിർദ്ദേശമാണ്. എന്തായാലും മഴ മാറുന്നത് വരെ ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ പരമാവധി ജാഗ്രത പാലിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മാധു, ശരി. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കുട്ടിക്കാനം മുണ്ടക്കയം റൂട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. റോഡിലേക്കും അതിന് താഴേക്കുമൊക്കെ വലിയ കല്ലുകൾ വന്നു കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 11 മണിക്കൂർ നീണ്ട ശ്രമത്തിലൂടെ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നു.